എൻ്റെ വീട്ടിൽ രാത്രി അവർ 3 പേര് വന്നിട്ടാണ് എൻ്റെ മോനെ അടിച്ചു വന്നത്. അവന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളും ഇല്ല. എൻ്റെ വീട്ടിൽ ആകെ ഒരാശ്രയം ഉണ്ടായിരുന്നതാണ്. അച്ഛനമ്മേനും കൂടി ആകെ ഒരാശ്രയമുള്ള കുട്ടിയായിരുന്നു. വേറൊരു വരുമാനമില്ലാത്ത ഞാനാണ്. ഞങ്ങൾ വീട്ടിൽ ഇനിമേലിൽ ഇതുപോലൊരു ഗതി മറ്റൊരു വീട്ടിലും ഉണ്ടാകരുത്. ഒരച്ഛനമ്മയ്ക്ക് ഇങ്ങനൊരു എൻ്റെ മോന് പകരം വയ്ക്കാൻ 10 കുട്ടികൾ വന്നല്ല അവനെ പോലെ ആവില്ല. അത്ര നല്ല സ്വഭാവമാണ്. അത്രയെന്ന് വെച്ചാൽ ഒരു നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഈ നാട്ടിലൊക്കെ അവനെ പറ്റി അന്വേഷിച്ചാൽ 1% പോലും ഒരാൾ ഒരു കുറ്റവും പറയില്ല, 1% പറയില്ല. അത്രയും നല്ല മോനായിരുന്നു. ഞാൻ എൻ്റെ മോന് പകരം വയ്ക്കാൻ വല്ലതും ഉണ്ടാ. ഞങ്ങളെ വീട്ടിൽ അച്ഛനമ്മേനെയും പൊന്നുപോലെ എന്ന് വെച്ചാൽ ഒരാളും അതുപോലെ നോക്കൂല. അത്ര നല്ല മോനായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിടു മീഡിയ കണ്ണനാണ്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഇതാ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു മകൻ മരണപ്പെട്ട ഒരു അമ്മയാണ്. എന്ന് വെച്ചാൽ മരണപ്പെട്ടതെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്തതാണ്. ഈ കാണുന്ന മോൻ ആത്മഹത്യ ചെയ്തതാണ്. ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മകൻ നഷ്ടപ്പെട്ടാൽ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം ഈ അമ്മയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അമ്മയുടെ മകൻ മരണപ്പെട്ടത് എന്തുകൊണ്ടാണ്, ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ഈ അമ്മയ്ക്ക് പോലും അറിയത്തില്ല. കാര്യം ഈ അമ്മയുടെ വീട്ടിൽ 2-3 പേര് വന്ന് അതിക്രമിച്ച് കയറി പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ഈ പയ്യൻ്റെ മരണത്തിന് കാരണമായി. ഇത് ഇപ്പോൾ നിലവിൽ കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ തിരക്കി അന്വേഷിച്ചു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഈ മകൻ മരണപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഈ അമ്മയ്ക്ക് പോലും അറിയില്ല, ഈ കുടുംബത്തിന് അറിയത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഈ ഒരു അമ്മയ്ക്ക് നീതി കിട്ടുന്നവരെ. പക്ഷേ നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഈ ഒരു അമ്മയ്ക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് മീഡിയക്കാരും ഇതിൻ്റെ പിന്നിലുണ്ടാവും, ഈ അമ്മയ്ക്ക് നീതി കിട്ടുന്നവരെ. അപ്പോൾ നമുക്കിവിടെ ഞങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസർമാരെല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സിനുള്ളത്. അതിനുവേണ്ടി തൃശ്ശൂർ ജില്ലയിലുള്ള മാപ്രാണത്ത് മണിയുടെ മകൻ ദിനേശിൻ്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊരു ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഒരു സ്ത്രീ അടക്കം 3 പേരടങ്ങുന്ന ഒരു സംഘം തലേദിവസം വന്ന് ഈ വ്യക്തിയെ ആക്രമിക്കുകയും ഫോൺ പിടിച്ചു മേടിക്കുകയും അതിൻ്റെ സിം കാർഡ് ഊരി ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുകയും ചെയ്ത് ഒരല്പം സമയത്തിന് ശേഷം അമ്മയോട് യാത്ര പറഞ്ഞതിന് ശേഷം ബെഡ്റൂമിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് അതൊരു തൂങ്ങി മരണമായി അവരുടെ വീട്ടുകാർ കാണുകയുണ്ടായി. ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഇവർക്ക് നീതി ലഭ്യമാകുന്നത് വരെ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ഇവരോടൊപ്പം പരിപൂർണ പിന്തുണയോടുകൂടി ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകും. ഡൽഹിയിൽ നിന്നുള്ള പരിപൂർണ പിന്തുണയും ഈ മരണപ്പെട്ടു പോയ ദിനേശിൻ്റെ വീട്ടുകാർക്ക് ലഭ്യമാക്കുവാൻ നമ്മൾ ഉറപ്പ് നൽകുന്നു. നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട മാപ്രാണത്താണ്. ഇവിടെ 33 വയസ്സുള്ള ദിനേശ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളോട് വന്നത്. ഇപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഒരു ചെറിയ തൃപ്തി കുറവ്, ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തൃപ്തി കുറവ് ആർക്കുണ്ട്? ഇവരുടെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ നീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ HRC ഇവിടെ എത്തിയത്, ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇനി ഈ വീടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെല്ലാം സർ പറയും. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ 40-ാം വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ പേര് ജയാനന്ദൻ.
എൻ്റെ വാർഡിൽ പ്രതിനിധാനം ചെയ്യുന്ന വീട്ടിൽ ഉൾപ്പെടുന്ന തയ്യോളപ്പിൽ രാധാകൃഷ്ണൻ എന്ന ആളുടെ മകനായ ദിനേശ് 33 വയസ്സ് കഴിഞ്ഞ 23-ാം തീയതി ആത്മഹത്യ ചെയ്യപ്പെടുകയുണ്ടായി. ഈ ആത്മഹത്യ ചെയ്ത ഈ കുടുംബത്തിലെ ഏക ആശ്രയമായ ആ യുവാവ് മരിച്ചതോടുകൂടി ആ കുടുംബം നിരാലംബരായിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിൽ ബാക്കി 3 പേർക്കും ഈ പറഞ്ഞ പോലെ കുറേ അവരുടെ അച്ഛനാണെങ്കിൽ കേൾവിക്കുറവും, മൂത്ത മകനാണെങ്കിൽ അത്ര പ്രാപ്തിയില്ലാത്തൊരു മകനും, അമ്മയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞൊരു അമ്മയും, ഈ 3 ആളാണ് ബാക്കിയുള്ളത്. ആ കുടുംബത്തിൻ്റെ ഏകാശ്രമയും വരുമാനവും മാർഗവുമായിരുന്ന ആ യുവാവ് മരണപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ കഷ്ടതയിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മയ്ക്കും ഈ കുടുംബത്തിനും പകരം കൊടുക്കാൻ ഇനി ആ മകനെ പറ്റില്ല. പക്ഷേ അവർക്കൊരു ആശ്വാസമായി അവരെ മകനെ ആയിട്ടുള്ളവരെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ നൽകണമെന്നും അവർക്ക് ആ കുടുംബത്തിന് നീതി നൽകണമെന്നും മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഈ ഒരു അമ്മയുടെ കണ്ണുനീരിന് നമുക്ക് നീതി വാങ്ങിക്കൊടുക്കണം. ഈ അമ്മയ്ക്ക്, ഇതുപോലെ ഒരു അമ്മയ്ക്കും ലോകത്ത് ഒരു മക്കളെ നഷ്ടപ്പെടരുത്. ഇനി ഒരിക്കലും ഇങ്ങനൊരു മക്കളെ നഷ്ടപ്പെടരുത്. ഈ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. ഞാനും ഒരു അമ്മയാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ഒരു കുഞ്ഞിനെ വീട്ടിൽ കയറി ആക്രമിക്കുക, അതിൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പ് പോലെയാണ് കാണിച്ചത്. ഭാര്യയും ഭർത്താവും വന്ന് ഒരു വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി രാത്രി സമയത്ത് വിളിച്ചുണർത്തി അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങളാണ്. ആ മോൻ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയത്തുള്ളൂ. അതുകൊണ്ട് HRC ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രഷറുണ്ട്, ഇതിന് നീതി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഏതറ്റം വരെയും ഞങ്ങൾ ഈ മാതാപിതാക്കളോടൊപ്പം തന്നെ ഉണ്ടാകും. ഇത് കാണുന്ന കേരള പോലീസും ഇവർക്ക് നീതി വാങ്ങിക്കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോട് നിർത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സുകാരെല്ലാവരും ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു അമ്മയുടെ മകൻ്റെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ എന്താണ് എന്നുള്ളത് അമ്മയ്ക്ക് അതല്ലേ അറിയണ്ടേ? തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സുകാർ ഈ ഒരു കേസ് തെളിയുന്നത് വരെ ഇതിൻ്റെ പിന്നിൽ തന്നെ ഞങ്ങളുണ്ടാവും കേട്ടോ. അമ്മ ഇത് ടെൻഷൻ അടിക്കേണ്ട. അമ്മയുടെ മകൻ മരണപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് അമ്മയെ അറിയിച്ചിരിക്കും കേട്ടോ. ഇനി ഈ കേസിൻ്റെ പിന്നിൽ എന്തെങ്കിലും അമ്മയ്ക്ക് ദുരൂഹതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കേസ് അന്വേഷണം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ.